ഹായ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ നമ്മളുടെ നമ്മളുടെ സ്ക്രീനിലുണ്ട്. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒപ്പം തന്നെ ഞാൻ 1-2 ദിവസം ന്യൂസ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാതെ പെൻഡിങ് ഉണ്ട്. അത് ഇന്നലത്തെയും അതുപോലെ വേറൊരു ദിവസത്തെയും അതെല്ലാം കൂടെ നമുക്ക് ഇന്ന് തന്നെ മാക്സിമം തീർക്കാൻ നോക്കാം. കാര്യം പൊതുവെ ന്യൂസുകൾ അങ്ങനെ വലിയ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട, ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ന്യൂസുകളൊക്കെ ഇപ്പോൾ കുറവാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, പ്രത്യേകിച്ച് ജാനുവരി തുടങ്ങിയതിന് ശേഷം. അപ്പൊ ആദ്യം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോവാം. ആ സെന്റേഴ്സ് ഡിജി യാത്ര ടേക്സ് ഓഫ് ഫ്ലയേഴ്സ് മേ ബി അൺനോയിങ്ലി സൈനിങ് അപ്പ് ഫോർ ഇറ്റ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. ഡിജി യാത്ര എന്താണെന്ന് ജസ്റ്റ് ഈ ന്യൂസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഡിജി യാത്ര എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡിജി യാത്ര എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ ആണ് ലോകത്തിൽ അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമി ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതല്ല, ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വേൾഡിലെ സിവിൽ ഏവിയേഷൻ മാർക്കറ്റ് ഇന്ത്യയാണ്. ഇപ്പോൾ വേൾഡിലെ 3rd ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ മാർക്കറ്റാണ്. പലപ്പോഴും നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും, നമ്മുടെ എയർപോർട്ടുകളിൽ ഒരു ഭയങ്കര ക്രൗഡഡ് മാർക്കറ്റിന് സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം പകുതിയിലെങ്ങാണ്ടാണ് അത് സംഭവിച്ചത്. ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിൽ തിരക്ക്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇമിഗ്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വൻ ക്യൂ ആണ്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാവലേഴ്സിന്റെ എണ്ണം ഗ്രോ ചെയ്യുന്നു. അതിനനുസരിച്ച് നമുക്ക് ഒരു പക്ഷേ എയർപോർട്ടുകളിൽ സൗകര്യം കുറവായതുകൊണ്ടായിരിക്കാം. അപ്പൊ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഒരു പുതിയ പരിപാടി ഉണ്ടെന്ന്, ഡിജി യാത്ര എന്ന് പറഞ്ഞൊരു സംഭവം. ഡിജി യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് റെക്കഗ്നിഷൻ വഴി നമ്മളുടെ എല്ലാ ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇമിഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ത്രൂ അവർ ഫേഷ്യൽ റെക്കഗ്നിഷൻ നടത്തും. പക്ഷെ അതിന് നമ്മളുടെ കൺസെന്റ് വേണം. അത് നമ്മളുടെ അങ്ങനെ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പിന്റെ, ഡിജി യാത്രയായിട്ട് ബന്ധപ്പെട്ട ആപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മളുടെ എയർപോർട്ട് അതോറിറ്റീസിനൊക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാനുവൽ ആയിട്ടുള്ള നടപടികളിൽ കൂടി കടന്നു പോകാതെ നമ്മളുടെ ഫേഷ്യൽ ആയിട്ടുള്ള ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് വരുന്നത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി നമുക്ക് ഈ പരിപാടികൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഡിജി യാത്ര എന്ന് പറയുന്നത്. സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യയിലെ കുറെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിപ്പോ ഒരു പൈലറ്റ് ബേസിസിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും അത് നടപ്പാവും. അതാണ് ഡിജി യാത്ര. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ജ്യോതിരാദിത്യ സിന്ധ്യ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നേവി തോട്ട്സ് ഹൈജാക്കിംഗ് അറ്റംപ്റ്റ് ഇൻ അറേബ്യൻ സീ. നമുക്ക് നമ്മളുടെ നേവിയെ കുറിച്ച് അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ് ആണത്. കാര്യം നമുക്കറിയാം, നമ്മളുടെ ഒരു ഷിപ്പ് ഇന്ത്യക്കാരാണ് അതിൽ മെയിൻലി ഉണ്ടായിരുന്നത്. പക്ഷെ ഷിപ്പ് എനിക്ക് തോന്നുന്നു UK മറ്റേതോ രാജ്യത്തിന്റെ ഷിപ്പാണ്. ഇതിൽ കൂടുതൽ ഏതാണ്ട് 21 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്ന 15 ആൾക്കാരും ഇന്ത്യക്കാരായിരുന്നു. അതിന് പിന്നീട് പൈറേറ്റ്സ് ആണോ അത് ഹൂത്തീസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും ആംഡ് ആയിട്ടുള്ള കുറെ മെൻ, ഏതാണ്ട് 6ഓളം ആൾക്കാർ കയറി അതിന് ഹൈജാക്ക് അറ്റംപ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞ് അവർ ഡിസ്ട്രസ് സിഗ്നൽ പാസ് ചെയ്തു. ഇന്ത്യൻ നേവി ഓൾറെഡി ഹൂത്തീസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഈ ഷിപ്പുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അറേബ്യൻ സീയിലും ഒക്കെ ഇപ്പൊ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ ഹൂത്തീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പൈറേറ്റ്സിനെയൊക്കെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അതില് INS ചെന്നൈ എന്ന് പറയുന്ന ഷിപ്പ് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതേ സമയത്ത് നമ്മളുടെ സർവൈലൻസിന് വേണ്ടിയുള്ള ഹെലികോപ്റ്റേഴ്സും അതേ സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്യുകയും വിത്തിൻ അവേഴ്സ് ആ ഷിപ്പിന്റെ അടുത്ത് നമ്മളുടെ INS ചെന്നൈ എത്തുകയും ഈ പറഞ്ഞ ആൾക്കാരെ ഒരു കുഴപ്പവും കൂടാതെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും 15ഓളം ഇന്ത്യക്കാരെയും ഒപ്പം അതിലുണ്ടായിരുന്ന മറ്റാൾക്കാരെയും മോചിപ്പിക്കാൻ, സേഫ് ആയിട്ട് അവരെ പിന്നീട് രക്ഷപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് അതിൽ ഈ പറഞ്ഞ അറ്റാക്കേഴ്സ് ആരും ഇല്ലായിരുന്നു. അവർ അതിനു മുമ്പേ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ അതൊരു ഇന്ത്യയുടെ ഒരു വിജയമാണ്. അത് ഇന്നത്തെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും, മലയാളം ന്യൂസ് പേപ്പേഴ്സിൽ ഉൾപ്പെടെ ഇതാണ് മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ നേവി അതുപോലെ കോസ്റ്റ് ഗാർഡ് ഒക്കെ എത്രത്തോളം അലേർട്ട് ആണ് ഇത്തരം കാര്യങ്ങളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ആയിരുന്നു ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അത്യാവശ്യം സന്തോഷിക്കാനുള്ള ഒരു ന്യൂസ് ആണ്. ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റഡ് ടു ഗ്രോ ബൈ 7.3% സൈസ് NSO എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. NSO നമുക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇന്ത്യയുടെ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയുടെ എക്കോണമി
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 7% ഈ വർഷം ഗ്രോ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. 7% ഗ്രോ ചെയ്യുന്ന RBIയുടെ ലേറ്റസ്റ്റ് മോണിറ്ററി പോളിസിയിൽ അവർ പ്രൊജക്ട് ചെയ്തത് 7% ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യുന്നു. പക്ഷെ അതിനെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് അതിനെയും നമ്മൾ ഔട്ട് ഗ്രോ ചെയ്യും. 7.3% ഇന്ത്യ ഗ്രോ ചെയ്യുന്നതാണ് NSO പറഞ്ഞിരിക്കുന്നത്. NSO പറയുമ്പോൾ ഓൾമോസ്റ്റ് ശരിയായിരിക്കും. കാര്യം അവരുടെ കയ്യിൽ ഓൾമോസ്റ്റ് 9 monthsന്റെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞു. ഇനി ജാനുവരി, ഫെബ്രുവരി, മാർച്ചും കൂടെ ഉള്ളൂ ഈ ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പൊ അവര് പറയാണ് ഇന്ത്യയുടെ GDP 7.3% ഗ്രോ ചെയ്തു. NSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ they can say it with they can say it in a very transparent manner. They can very effectively calculate all these things from the data available to them. Okay, അപ്പോൾ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കാളും കുറച്ചുകൂടെ ആധികാരികമായിട്ടായിരിക്കും NSO പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7.3% ഇന്ത്യയുടെ GDP ഈ വർഷം ഗ്രോ ചെയ്യും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അതാണ് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. പിന്നെ താഴോട്ടുള്ള ന്യൂസുകൾ നമുക്ക് വലിയ ആവശ്യമില്ല. ED ടീമിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ലീഡറിന്റെ അനുയായികൾ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. അത് വെസ്റ്റ് ബംഗാളിലാണല്ലോ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ന്യൂസാണ്. പിന്നെ സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞൊരു മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് സുപ്രീം കോടതിയുടെ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ വന്ന ചില വിധികൾ, അതായത് സെന്തിൽ ബാലാജി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജയിലിലാണ്. അയാള് അഴിമതി കേസിൽ ജയിലിലാണ്. അപ്പൊ ഇയാള് ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഇല്ലാത്ത മിനിസ്റ്ററായിട്ട് സ്റ്റാലിൻ അവിടെ കീപ്പ് ചെയ്യാണ്. അതായത് ജയിലിൽ കിടക്കുന്ന ആളിന് ഇപ്പോഴും മിനിസ്റ്റർ പദവിയുണ്ട്. ഇതുവരെയും മിനിസ്ട്രിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ അയാളെ മിനിസ്ട്രിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി കേസുകളുണ്ട്. അപ്പൊ ഒരു മിനിസ്റ്ററിന്റെ എല്ലാ ബെനിഫിറ്റ്സും പുള്ളിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മിനിസ്റ്റർ അല്ല, സോറി, അയാൾക്ക് ഒരു പദവി ഇപ്പൊ പോർട്ട്ഫോളിയോസ് ഒന്നുമില്ല, വകുപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഈ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന സ്റ്റാലിന് വലിയ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് സെന്തിൽ ബാലാജിക്ക് മിനിസ്ട്രിയിൽ നിന്ന് മാറ്റുന്നില്ല. അപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഒരു മിനിസ്റ്റർ പദവിയിൽ തുടരുന്നത് ഗവർണറിന്റെ പ്ലഷറിലാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുള്ളവർക്ക് അറിയാം. ഈ ഗവർണറിന്റെ പ്ലഷർ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് ആ സമയത്ത് മിനിസ്റ്റർ റിമൂവ് ചെയ്യണമെന്നാണ്. പക്ഷേ അത് റോങ് ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ വരാം. ഇപ്പൊ ഒരുപാട് ഹോസ്റ്റൽ ഗവർണേഴ്സ് ഉണ്ട്. ഇപ്പം RN രവി ആണ് തമിഴ്നാടിന്റെ ഗവർണർ. അദ്ദേഹം തമിഴ്നാട്ടിലെ ഗവൺമെന്റിന്റെ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലഷർ എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഗതി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു വേർഡ് ഉപയോഗിച്ച് ഗവർണർ വേറെ നടപടികളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലഷർ നഷ്ടപ്പെടുന്നത് വരെ ഒരു മിനിസ്റ്ററിന് തുടരാൻ പറ്റൂ. പക്ഷേ ആ പ്ലഷർ നഷ്ടപ്പെടുമ്പോൾ ആ മിനിസ്റ്റർ റിമൂവ് ചെയ്യേണ്ടത് ചീഫ് മിനിസ്റ്ററിന്റെയും കൂടെ ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കണം എന്നാണ്. മനസ്സിലായോ? അപ്പൊ ചീഫ് മിനിസ്റ്ററിനെയും കൂടെ ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ചുമ്മാ അങ്ങ് RN രവിക്ക് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റൂല. എന്തായാലും അതൊരു വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. കാര്യം ജയിലിൽ കിടക്കുന്ന ഒരാൾ ഏതാണ്ട് എനിക്കൊന്ന് 1 വർഷമായി ജയിലിലായിട്ട്, സെന്തിൽ ബാലാജി. പക്ഷെ പുള്ളി ഇപ്പോഴും മിനിസ്റ്ററാണ് തമിഴ്നാട്. അപ്പൊ അടുത്ത പേജിലേക്ക് പോകുമ്പോ ഇനി ഈ വർഷം നടക്കാൻ പോണ ചില ഇലക്ഷൻസിനെ കുറിച്ചാണ്. ഈ വർഷം ലോക്സഭ ഇലക്ഷൻ ആണ്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം ലോക്സഭ ഇലക്ഷന്റെ അനൗൺസ്മെന്റ് ആവും അടുത്ത മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഫെബ്രുവരിയിൽ. പക്ഷേ ഈ വർഷം വേറെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാലും പിന്നെ ഇലക്ഷൻ വരികയാണ്. ഹരിയാന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ ഇപ്പോ ഈ വർഷമാണ് ഇലക്ഷൻ നടക്കുന്നത് 2024. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ ഇവിടെ കാണാം. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഭജൻലാൽ ശർമ്മ ആണ് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ രാജസ്ഥാന്റെ ഗവർണറിനെ നിങ്ങൾക്ക് കാണാം. രാജസ്ഥാന്റെ ഗവർണറാണ് കൽരാജ് മിശ്ര. രാജസ്ഥാന്റെ ഗവർണർ കൽരാജ് മിശ്ര. പിന്നെ PMLA എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഇവിടെ കാണാം. PMLA നിങ്ങൾക്ക് അറിയായിരിക്കും. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. ഈ ആക്ട് ഈ ഇടയ്ക്ക് അമെന്റ്മെന്റ് ഉണ്ടാകുകയും ഈ ആക്ട് അമെന്റ്മെന്റ് ചെയ്തതിന് ശേഷം EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഭയങ്കരമായിട്ട് കൂടുതൽ പവേഴ്സ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ PMLA ഇപ്പൊ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് ആദ്യം അവർ പറഞ്ഞു. പക്ഷെ ഇപ്പൊ വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുത്തേക്കാണ്. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. മണി ലോണ്ടറിംഗ് എന്താണെന്ന് മിക്കുള്ളവർക്ക് അറിയായിരിക്കും. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ ഫോംസ് ഓഫ് ഇല്ലിസിറ്റ് മണി ട്രാൻസാക്ഷൻ, whether it is black money, whether it is hawala, or whether it is any other kind of illicit form of money transaction, that is known as money laundering. And to prevent money laundering, there is a law, that is
PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അതിൻ്റെ അകത്താണ് ഈ ഇടയ്ക്ക് അമെന്റ്മെന്റ് ഉണ്ടായത്. ആ അമെന്റ്മെന്റ് വഴിയാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രയും പവർഫുൾ ആയി മാറുന്നത്. ഓക്കെ, പിന്നീട് ആന്റി സ്റ്റെർലൈറ്റ് പ്രൊട്ടസ്റ്റേഷൻ, ഇത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതായത് നാഷണൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസ് ആണ്. ഈ സ്റ്റെർലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സ്റ്റെർലൈറ്റിന്റെ ഒരു ഫാക്ടറി തൂത്തുക്കുടിയിലുണ്ട്, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ. അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അത് അവിടെ മാറ്റണമെന്ന് പറഞ്ഞ അവിടെ വലിയ അജിറ്റേഷൻ ഉണ്ടാവുകയും ആ അജിറ്റേഷനിൽ കുറെ പേര് പോലീസ് വെടിവെപ്പിൽ മരിക്കുകയൊക്കെ ചെയ്തു. 2018 അത് ഉണ്ടാകുന്നത്. അപ്പൊ എന്നിട്ട് ഇപ്പോഴും സ്റ്റെർലൈറ്റ് അവിടെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. കുറച്ചു നാളും ക്ലോസ് ചെയ്തിട്ടിരുന്നു. പക്ഷേ ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ ഒക്കെ അനുകൂലമായിട്ടുള്ള ഓർഡർ അവർക്ക് കിട്ടിയതുകൊണ്ട് സ്റ്റെർലൈറ്റിന്റെ ഓപ്പറേഷൻ തൂത്തുക്കുടിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ അന്നത് വലിയ വിഷയമായതാ. ഈവൻ ഒരു 17-year-old ഗേൾ ഉൾപ്പെടെ കുറെ പേര് അവിടെ നിന്ന് പോലീസ് വെടിവെപ്പിൽ മരിച്ചിരുന്നു 2018, ജസ്റ്റ് 5 years ബാക്ക്. ഓക്കെ, പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചീഫ് മിനിസ്റ്ററിന്റെ പേര് കാണാം. ഒരുപാട് വിവാദത്തിലാണ് ആ ചീഫ് മിനിസ്റ്റർ. ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആണ്. അത്യാവശ്യം നല്ല കറപ്റ്റ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. JMM എന്ന് പറയുന്ന പാർട്ടി, ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയുടെ ലീഡറായ ഹേമന്ത് സോറനാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. ഒരുപാട് ED കേസുകളൊക്കെ ഉണ്ട്. മിക്കവാറും ഉടനെ ജയിലിൽ പോകും. അതുകൊണ്ട് അവര് ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഈ ഹേമന്ത് സോറൻ പുള്ളിയുടെ ഭാര്യയെ അവിടെ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇൻ കേസ് പുള്ളി ജയിലിൽ പോയാൽ പകരം ഭാര്യയെ ചീഫ് മിനിസ്റ്റർ ആക്കാൻ വേണ്ടി. പക്ഷെ അതായത് പുള്ളി അത് ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അവിടെ ഒരു MLA റിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് മത്സരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നീട് പോലീസ് ഷുഡ് ഗെറ്റ് ട്രെയിനിങ് ഓൺ ന്യൂ ക്രിമിനൽ ലോസ് എന്നൊരു ന്യൂസ് കാണാം. ആ ന്യൂസിനെ കുറിച്ച്, ന്യൂ ക്രിമിനൽ ലോസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞ 3 നിയമങ്ങൾ. അത് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. January 26 റിപ്പബ്ലിക് ഡേയോട് കൂടി ഇന്ത്യയിൽ അത് എന്നാണ് നിലവിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. അത് പാർലമെന്റ് ആക്ട് പാസ്സായി, ഇനിയിപ്പോ നിലവിൽ വരണ്ടേ, അതിനുള്ള റൂൾസ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പറയാൻ വന്ന അതല്ല. എല്ലാ വർഷവും DGPമാരുടെ കോൺഫറൻസ് നടക്കും. ഇന്ത്യയിലെ മുഴുവൻ DGPമാരുടെയും കോൺഫറൻസ്. ഈ വർഷം ആ DGPs കോൺഫറൻസ് നടക്കുന്നത് എവിടെയാണ് നടന്നിരിക്കണം? ജയ്പൂരിലാണ്. ജയ്പൂർ എവിടെയാണെന്ന് അറിയാം. രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ജയ്പൂർ. പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇന്നും നാളെയും. ഇന്നലെ അത് ഇനാഗുറേഷൻ ചെയ്തത് അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആണ്. അപ്പോഴാണ് അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ന്യൂസ് അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്ക് ഈ പേജിൽ അങ്ങനെ വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒരു ന്യൂസ് ഉള്ള അതെന്ന് വെച്ചാൽ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഈസി റൈറ്റ്സ് ടു രമേശ് ഡിസ്മിസസ് കൺസേൺസ് ഓവർ EVM ആൻഡ് VVPATs. EVM നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. അടുത്ത VVPAT എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു 2 മാസത്തിനകത്ത് വെച്ച് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ വോട്ട് ചെയ്യും. April 1 കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന എന്റെ വിശ്വാസം, പാർലമെന്റിൽ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വോട്ട് രേഖപ്പെടുത്തുന്ന ആ മെഷീനാണ് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ആധികാരികതയെ കുറിച്ച് പല ആൾക്കാർ പരാതികൾ ഉന്നയിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്ന ഒരു പരിഹാരമാണ് VVPAT എന്നുള്ള പുതിയ മെഷീൻ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇതിനെ EVM ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ വോട്ടും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രിന്റ് VVPAT ജനറേറ്റ് ചെയ്യും. ആ പ്രിന്റ് ചെന്ന് ഒരു ബോക്സിന്റെ അകത്ത് വീട് നമുക്ക് കാണാനും പറ്റും. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തപ്പോൾ ഞാനത് കണ്ടതാണ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും EVM-ൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അപ്പോ VVPAT-ൽ ഉണ്ടായ പ്രിന്റ് ഔട്ട് ഉണ്ടല്ലോ, അതെടുത്ത് എണ്ണി നോക്കാം. അതാണോ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ EVM-നെ കുറിച്ച് പരാതികളൊന്നും ആരും ഉന്നയിക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ലോക്സഭ ഇലക്ഷനിൽ ഏതാണ്ട് പ്രതിപക്ഷത്തിന് പരാജയം ഉണ്ടാവുന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ അവര് VVPAT-നെ കുറിച്ച്, EVM-നെ കുറിച്ചൊക്കെ ചില ഡൗട്ട്സ് റേസ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ. പക്ഷെ ഇത് വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇതിപ്പോ സപ്പോസ് BJPക്ക് അനുകൂലമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു 5 സീറ്റ് BJP ജയിച്ചാൽ ആരും അതിൽ സംശയിക്കാൻ പോകുന്നില്ല. കാര്യം BJPക്ക് 5ഓളം സീറ്റുകളിൽ കേരളത്തിൽ സ്വാധീനമുണ്ട്. തിരുവനന്തപുരത്തും കാസർഗോഡും
ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ തൃശ്ശൂരും ഒക്കെ ആയിട്ട് ഈ 5 സീറ്റുകളിൽ BJP ആണെങ്കിൽ ജയിച്ചുകൂടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സീറ്റ് അവർ കൊണ്ടുവരാൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത് നേമത്ത്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ തെലങ്കാനയിൽ ഇപ്പൊ 8 സീറ്റുകളിൽ അവർ ജയിച്ചു. വേണമെങ്കിൽ അവർക്ക് ഒരു 15 സീറ്റിൽ അവർ ജയിച്ചാൽ ആരും സംശയിക്കാൻ പോകുന്നില്ല. അത്യാവശ്യം സ്വാധീനമൊക്കെ അവർക്ക് തെലങ്കാനയിലുണ്ട്. കർണാടകത്തിൽ കഴിഞ്ഞ ഇലക്ഷനിലാണെങ്കിൽ അവർക്ക് പരാജയം ഒഴിവാക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യ BJP മുക്തമായി മാറിയെന്നൊക്കെ ഇവിടുത്തെ ഒരുപാട് പത്രലേഖകരും ഓപ്പോസിഷൻ ലീഡേഴ്സും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വോട്ട് ഈ EVM-ലോ അല്ലെങ്കിൽ VVPAT-ലോ എന്തെങ്കിലും കൃത്രിമം ഉണ്ടായിരുന്നെങ്കിൽ സൗത്ത് ഇന്ത്യയിലും അത്യാവശ്യം ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഒരു 5-6 സീറ്റ് അവർ പിടിച്ച ആരും സംശയിക്കാൻ പോണില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലും അതുപോലെ ഈ സദേൺ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും കോയമ്പത്തൂരിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു സീറ്റ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വളരെ ഫെയർ ആയിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളതായിട്ട് ഈവൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് പോലും ആർക്കും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇലക്ഷനിൽ തോക്കുമ്പോൾ ഇങ്ങനെ പലർക്കും ഓരോരോ അലിഗേഷൻസ് ഉന്നയിക്കാവുന്നേ ഉള്ളൂ. VVPAT എന്ന് പറയുന്നത് എന്തായാലും വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ അവിടെ നോട്ട് സർപ്രൈസിങ് ചൈനീസ് മീഡിയ പ്രൈസിങ് മോഡി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അത് ചൈനയിലെ എല്ലാ ഗവൺമെന്റിന്റെ മീഡിയ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നരേന്ദ്രമോദിയെ പ്രൈസ് ചെയ്തു. അതായത് മോഡിയുടെ ലീഡർഷിപ്പിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്വാധീനം ഉണ്ടാക്കുന്നു. അതുപോലെ ചൈനയെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചൈനക്കെതിരെ നിൽക്കുന്നു ലോകത്ത് എന്ന് പ്രൈസ് ചെയ്ത് ചൈനയിലെ ഒഫീഷ്യൽ മീഡിയയാണ്. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ്. ചൈനയിലെ ഒഫീഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി അല്ലാതെ ആ മീഡിയയിൽ ഒന്നും വരൂല. ചൈനയിൽ 2 ഒഫീഷ്യൽ മീഡിയാസാണ് മെയിൻലി ഉള്ളത്. ഇംഗ്ലീഷിൽ ഒരു പത്രവും അതല്ലാതെ ഒരു ചൈനീസ് ന്യൂസ് ഏജൻസിയും. ചൈനയുടെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ മീഡിയയിലാണ് ഇത് വന്നത്. ചൈനയിലെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ മീഡിയയുടെ പേര് ഗ്ലോബൽ ടൈംസ് എന്നാണ്, ഗ്ലോബൽ ടൈംസ്. ഇനി അതല്ലാതെ വേറൊന്നുണ്ട് സിൻഹുവ. അത് ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ്, മറ്റേ പത്രമാണ്. സിൻഹുവ XINHUA. സിൻഹുവ അവരുടെ ന്യൂസ് ഏജൻസി, ഗ്ലോബൽ ടൈംസ് അവരുടെ പത്രം. ഓക്കെ, പിന്നീട് താഴോട്ട് വരുമ്പോ അജയ് കുമാർ സൂദിന്റെ ഒരു ഫോട്ടോ കാണാം. അജയ് കുമാർ സൂദ് ആരെന്ന് പഠിച്ചു വെച്ചേക്കണം. അജയ് കുമാർ സൂദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതാണ് അജയ് കുമാർ സൂദ്, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പിന്നെ തെലങ്കാനയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ ഗഡ്കരി അൺവെയിൽസ് ഗ്രീൻഫീൽഡ് കോറിഡോർസ് ഇൻ കേരള എന്നൊരു ന്യൂസ് കാണാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഗഡ്കരി ആരെന്ന് നിങ്ങൾക്ക് അറിയാം. നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, റോഡ് ഹൈവേസ് മിനിസ്റ്റർ ഒക്കെയാണ്. ഈ ഗ്രീൻഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഗ്രീൻഫീൽഡ് എന്നും ബ്രൗൺ ഫീൽഡ് എന്നും 2 വാക്കുകളുണ്ട്. ഗ്രീൻഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രോജക്റ്റ് പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഞാനൊരു ഫാക്ടറി പുതുതായിട്ട് സ്ഥാപിക്കുന്നു, എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാനൊരു പുതിയ ഫാക്ടറി ഉണ്ടാക്കുന്നു. ആ ഫാക്ടറി പുതുതായിട്ട് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് എന്നേ പറയാൻ പറ്റൂ. അതേ സമയത്ത് ഇനി ഞാൻ ഓൾറെഡി ഒരു ബിസിനസ്മാൻ ആണ്, എനിക്കൊരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറി ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഞാനൊരു പുതിയ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, അതിന് ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ് എന്നേ പറയുള്ളൂ. കാര്യം ദാറ്റ് ഈസ് ആൻ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ആൻഡ് വിത്ത് ദാറ്റ് ഐ എം മേക്കിംഗ് സം എക്സ്പാൻഷൻസ്. ആ ഒരു പ്രോജക്റ്റിന് നമുക്ക് ബ്രൗൺ ഫീൽഡ് എന്ന് പറയും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ ടോട്ടലി ന്യൂ പ്രോജക്റ്റ് അതിന് ഗ്രീൻ ഫീൽഡ് എന്ന് പറയാം, അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ അതിനടുത്ത പേജിൽ പോകുമ്പോൾ 1-2 കാര്യങ്ങളെ പറയാവുള്ളൂ. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രെയിനിങ് ഓൺ ഗവേണൻസ് ഫോർ വിമൻസ് ലീഡേഴ്സ് ഹെൽഡ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ആക്ച്വലി അതിൽ എനിക്കൊന്നും നോർമലി ഒന്നും പറയാനല്ല. അത് NCW ആണ് കണ്ടക്ട് ചെയ്ത നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. NCW എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആണ്. ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ കമ്മീഷൻസ് ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഉണ്ട്. സോ there are lot of national commissions in India. Many of them have constitutional backing. National Commission for Scheduled Caste എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അത്തരത്തിലുള്ള ഒരു നാഷണൽ കമ്മീഷനാണ്. അതിന്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ്. അതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ പറയാൻ വന്നത്
ഒരുപാട് വിമൻ ലീഡേഴ്സിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ഇതിൽ ഞാൻ ഈ ഇടയ്ക്ക് ഹിന്ദുവിൽ പല UPSCക്ക് ആയിട്ട് ബന്ധപ്പെട്ട പല ആർട്ടിക്കിൾസും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചും പഠിപ്പിക്കുമ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ നേരിടാൻ ഈ ലോക്കൽ ബോഡീസ് ലെവലിൽ നിന്ന് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ പഞ്ചായത്തുകൾ തൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള സ്കീംസ് വരണമെന്നാണ്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പേഴ്സ്, ഈവൻ നമ്മളുടെ കോർപ്പറേഷനിലെ മേയർ അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സ്, ആർക്കെങ്കിലും ഈ ഗ്ലോബൽ വാർമിങ്ങോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചോ ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. കേരളത്തിലല്ല, ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ഇത് പക്ഷെ ഗ്ലോബൽ ലെവലിൽ പല ഡെവലപ്ഡ് കൺട്രീസിലും അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഈ മേയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ ബോഡീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് അവരെല്ലാവരും ഗവൺമെന്റുകളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ്, ഇതിപ്പം അതിനെക്കുറിച്ചല്ല ട്രെയിനിങ് കൊടുത്തത്, ഗവേണൻസിനെ കുറിച്ചാണ് ട്രെയിനിങ് കൊടുത്തത്. പക്ഷെ ഈ രീതിയിലെല്ലാം ഈ നമ്മളുടെ ലോക്കൽ ലെവലിലെ ഈ ലോക്കൽ ബോഡീസ് ഒക്കെ ഭരിക്കുന്ന ആൾക്കാർ കൂടെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്താണെന്ന് അറിയിക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സൺ അറിയിക്കുക രേഖ ശർമ്മയാണ്. പിന്നെ ക്യാബിനറ്റ് ഗീവ്സ് നോട്ട് ടു പൃഥ്വി പ്രോഗ്രാം ഫോർ എർത്ത് ഒബ്സർവേഷൻ എന്നൊരു ന്യൂസ് കാണാം. പൃഥ്വി പ്രോഗ്രാം, ആക്ച്വലി പൃഥ്വി പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പ്രോഗ്രാം അല്ല. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. കിരൺ റിജ്ജു ആണ് അതിന്റെ മിനിസ്റ്റർ. കിരൺ റിജ്ജു, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. അതിന്റെ അണ്ടറിൽ കുറെ സ്കീംസ് ഉണ്ട്. അതിനെല്ലാം കൂടെ മെർജ് ചെയ്തുണ്ടാക്കിയ ഒരു സ്കീമാണ് പൃഥ്വി എന്ന് പറയുന്നത്. പൃഥ്വി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എർത്ത് എന്നാണല്ലോ. അപ്പം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ അണ്ടറിലുള്ള കുറെ സ്കീംസിനെ സബ്സ്യൂം ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്കീം ഉണ്ടാക്കിയ സ്കീമിന്റെ പേരാണ് പൃഥ്വി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിന്റെ അകത്ത് അവര് ഇന്ത്യയുടെ ഡീപ് സീ മിഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ സീയിൽ 6000 മീറ്റർ, അതായത് 6 കിലോമീറ്റർ താഴെ വരെ പോയി സ്റ്റഡി നടത്താൻ വേണ്ടി ഒരു ഡീപ് സീ മിഷൻ നടപ്പാക്കുന്നുണ്ട്. ഡീപ് സീ മിഷൻ അറിഞ്ഞിരിക്കുക. ആ ഡീപ് സീ മിഷന്റെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി ഇന്ത്യ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു വെഹിക്കിൾ ഉണ്ടാക്കി. ആ ഡീപ് സീ മിഷൻ, അതിന്റെ പേര് മത്സ്യ 6000 എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. മത്സ്യ 6000 സാഗർ യാൻ എന്നാണ് എന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്കീമിന്റെ. അതൊന്ന് ചെക്ക് ചെയ്തോളാം അങ്ങനെ തന്നെയാണോ എന്ന്. സാഗർ എന്നാണ് അത് തുടങ്ങുന്നത്, സാഗർ യാൻ എന്ന് കണ്ടാണ് ആ സ്കീമിന്റെ പേര്, ആ ഒരു പ്രോജക്ടിന്റെ പേര്. അതിൽ ഉപയോഗിക്കുന്ന വെഹിക്കിളിന്റെ പേരാണ് മത്സ്യ 6000. മത്സ്യ 6000 അതെല്ലാം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന് അണ്ടറിലാണ് അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ISRO ഫ്യൂൽ സെൽ ബേസ്ഡ് പവർ സിസ്റ്റം ഇൻ സ്പേസ്. ആക്ച്വലി ISRO ഒരു പരീക്ഷണം PSLV C58 ഇപ്പോ ജാനുവരി 1 സെൻഡ് ചെയ്തപ്പോ PSLV C58 ലോഞ്ച് ചെയ്ത കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞായിരിക്കും. PSLV C58 അതിലാണ് നമ്മൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തത്. ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും ന്യൂട്രോൺ സ്റ്റാർസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മിഷനാണ്. നാസയ്ക്ക് ശേഷം ഇന്ത്യ ആണ് ലോകത്തെ രണ്ടാമതായിട്ട് രാജ്യം ഈ പറഞ്ഞ എക്സ്റേ മിഷനെ കുറിച്ചൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുന്നത്. അതാണ് എക്സ്പോസാറ്റ്. അത് അയച്ച PSLV C58. അപ്പൊ നമ്മള് അവിടെ വലിയ വേറൊരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് തന്നെ പവർ ജനറേഷൻ ചെയ്യാനുള്ള സോളാർ പവർ ഉപയോഗിച്ച് ഏതാണ്ട് 180 മെഗാവാട്ട് പവർ നമ്മൾ ഈ PSLV C58 ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ നടത്തിയത്. വേറെ ഒന്നിനുമല്ല, നമ്മളുടെ അടുത്ത ലക്ഷ്യം 2030-35 സമയത്തോടു കൂടി അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നാസ, റഷ്യ എല്ലാവരോടും ചേർന്ന് നടപ്പാക്കിയത് പോലെ ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനാണ്. അത് ഈ ഇടയ്ക്ക് പ്രൈം മിനിസ്റ്റർ അത് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തിരുന്നു. ആ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെങ്കിൽ ആ സ്പേസ് സ്റ്റേഷനെ പവർ ചെയ്യാൻ സ്വന്തമായിട്ട് പവർ ജനറേഷൻ അവിടെ സ്വന്തമായിട്ട് പവർ ജനറേറ്റ് ചെയ്തേ പറ്റുള്ളൂ, സോളാർ പവർ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഇന്നത്തെ മലയാളം പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ ISROയുടെ ആദിത്യ L1 മിഷൻ ഇന്ന് ഏതാണ്ട് അവിടെ ലഗ്രാഞ്ച് പോയിന്റ് L1 എത്തും. അതും ഇന്ന് വൈകുന്നേരം നടക്കാൻ പോയാണ്. ആദിത്യ L1 മിഷന്റെ ഫൈനൽ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ പിന്നെ ഇന്നത്തെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസ്. ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഡ്രഗ് വാർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഡ്രഗ് വാർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. വേറെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ വേറൊന്നും അല്ല, ഈ നമ്മള് എല്ലാവരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ചെറിയൊരു പനി വന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ തന്നെ പറയാണ് എനിക്കൊരു ആന്റിബയോട്ടിക് തരണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ ഡോക്ടേഴ്സ് അല്ല, അതുപോലെ നമ്മളെ പേഷ്യൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് കുറിച്ചുകൊണ്ടിരിക്കുക. 90% കേസസിൽ ഒരു സ്റ്റഡി പറയുന്നത്
രോഗം കണ്ടെത്തി രോഗം നിർണയിച്ചിട്ടല്ല ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നു. ഈ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാ പ്രശ്നം. ഇത് ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്. AMR എന്ന് പറയും, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പൊ ഈ ആന്റിബയോട്ടിക് ചുമ്മാതെ ഇന്ത്യക്കാരെല്ലാവരും യൂസ് ചെയ്യണം. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉൾപ്പെടെ നമ്മുടെ ആദ്യമേ ഒരു ചുമ വന്നാൽ അപ്പോഴേ ഒരു ആന്റിബയോട്ടിക് ആണ് എഴുതുന്നത്. അത് എന്താണ് അതിന്റെ കാരണം എന്നൊന്നും മനസ്സിലാക്കാതെ ആ രോഗത്തിനുള്ള ചികിത്സയല്ല, ഇതൊരു പ്രിവെന്റീവ് മെഷറായിട്ടാണ് തരുന്നത്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് AMR ഉണ്ടാവുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കപ്പോഴും സ്വാഭാവികമായിട്ട് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പിന്നെ ഈ ബാക്ടീരിയാസ് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതിനെക്കുറിച്ച് ആ ഒരു പ്രോബ്ലം വലിയ വിഷയമായിട്ട് മാറും. അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒരു ആവശ്യമില്ല, അൺകെപ്റ്റ് പ്രോമിസ് എന്ന എഡിറ്റോറിയൽ. സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പൊ ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റ് ഇപ്പോ ജയിച്ചു, ക്രിക്കറ്റ് ടെസ്റ്റ്. അതിനെ കുറിച്ചാണ്. അത് 1-1 ഒരു രീതിയിൽ ഇപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് സൗത്ത് ആഫ്രിക്കയും ജയിച്ചു, സെക്കൻഡ് ടെസ്റ്റ് ഇന്ത്യയും ജയിച്ചു. അതൊന്നും നമുക്ക് എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക, വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ തീരത്തേക്ക് അവരുടെ ആർട്ടിലറി ഷെല്ല് സെൻഡ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആരാണെന്ന്. കിം ജോങ് ഉൺ ആണ്. കിം ജോങ് ഉൺ ആണ് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ്. ഇറാന്റെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ കാണാം. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇറാന്റെ പ്രസിഡന്റിന്റെ പേര് ഇബ്രാഹിം റൈസി ആണ്. അതുപോലെ ലെബനനിൽ ജീവിക്കുന്ന ഇസ്രായേൽ ബോർഡർ ഉണ്ട് ലെബനുമായിട്ട്. ആ ലെബനനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രോബ്ലംസ് ഇസ്രായേൽ ഹമാസ് വാർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. കാര്യം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ലെബന്റെ മേഖലയിലും അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇപ്പൊ ഹമാസിന്റെ ഒരു ഡെപ്യൂട്ടി ലീഡറിനെ ഇപ്പം ഇസ്രായേലിൽ കില്ല് ചെയ്തത് ലെബനന്റെ അകത്ത് സ്ട്രൈക്ക് നടത്തിയിട്ടാണ്. അപ്പൊ ലെബനൻ ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള രാജ്യമാണ്. ലെബനനിൽ ഇസ്രായേലിന് വലിയൊരു ശത്രുവുണ്ട്. ആ ശത്രുവിന്റെ പേരാണ് ഹിസ്ബുള്ള. റെസിസ്റ്റന്റ് ഫോഴ്സസ് എന്ന് ഇറാൻ വിളിക്കുന്ന 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഹമാസ്, വേറൊരെണ്ണം ഹിസ്ബുള്ള, വേറൊരെണ്ണം ഹൂത്തീസ്. ഈ 3 പേരുമാണ്. 3 പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ്. മെയിൻലി ഇവരെല്ലാവരും ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതും ഇസ്രായേലിനാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ഒപ്പം സർവീസ് സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. സർവീസ് സെക്ടറിന്റെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. നല്ലതാണ്. 56.9 ആയിരുന്നു നവംബറിൽ, അത് 59 ആയിട്ട് ഇപ്പൊ കൂടി. 59 ആയിട്ട് കൂടിയപ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സർവീസ് സെക്ടർ ഭയങ്കര വലിയ ഗ്രോത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അത് ആ ഫീൽഡിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടാൻ സഹായിക്കും. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളുടെ ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ അതൊരു സർവീസാണ്. അല്ലെങ്കിൽ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, സോഫ്റ്റ്വെയർ, ഇതെല്ലാം സർവീസാണ്. ഓക്കെ, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സെക്ടറും സർവീസ് സെക്ടറാണ്. എക്കോണമിയുടെ ടേർഷറി സെക്ടറിനെയാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഇതെല്ലാം. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടർ. ടേർഷറി സെക്ടറാണ് സർവീസ് സെക്ടർ. ഓക്കെ, പിന്നീട് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ ആണ് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർപേഴ്സൺ രവനീത് കൗർ ആണ്. രവനീത് കൗർ എന്നാണെന്നാണ് എന്റെ ഓർമ്മ, ഒന്ന് ചെക്ക് ചെയ്തോളാം. രവനീത് കൗർ, CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പം ഡിസ്കസ് ചെയ്യാൻ പോണത് അടുത്ത ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്തേക്കാം. പൊതുവേ ഞാൻ പറഞ്ഞില്ലേ ന്യൂസുകൾ കുറവാണ്. അപ്പോൾ നമുക്കുള്ള ന്യൂസുകൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തേക്കാം. ഫസ്റ്റ് പേജിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ട ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂസാണ്, ഞാൻ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഖത്തറിലെ ഇന്ത്യക്കാരുടെ പ്രശ്നം ആണ്. ഖത്തറില് ഇന്ത്യക്കാർ ഡെത്ത് സെന്റൻസിന് വിധിക്കപ്പെട്ട 8 നേവി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നല്ലോ. ആ 8 നേവി ഉദ്യോഗസ്ഥരെ ഡെത്ത് പെനാൽറ്റി ഒഴിവാക്കി. ഇനി അവർക്ക് ആ ജയിൽ ടൈം ഉണ്ട്. ആ ജയിൽ ടൈം ഒഴിവാക്കി കിട്ടാൻ അടുത്ത 60 ദിവസത്തിനകം അവർക്ക് അപ്പീൽ ചെയ്താൽ മതി എന്നൊരു ന്യൂസാണ്. അത് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അത് ക്ലാരിഫൈ ചെയ്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. 60 ദിവസം ഉണ്ട് അവർക്ക് അപ്പീൽ ചെയ്യാനുള്ള സമയം. എന്റെ ഒരു വിശ്വാസം അവരുടെ ഈ ജയിൽ ടൈമും ഒഴിവാക്കും എന്നാണ്. അല്ലെങ്കിൽ അവസാനം അവർക്ക് അവിടുത്തെ എമിറിന്റെ
പാഠമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യയായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. പിന്നെ ഇറാനിൽ ഇപ്പം നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചാണ് വേറൊരു ന്യൂസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ആദിത്യ L1 മിഷൻ ഇപ്പോ അതിന്റെ L1 പോയിന്റില് ലഗ്രാഞ്ച് പോയിന്റ് 1 എത്താൻ പോകുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അതൊക്കെയാണ് അവിടെ ഉള്ളത്. മറ്റൊന്നും അതിൽ പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ SC declines to take a plea by Indian held in Prague for plot to kill Pannun എന്നൊരു ന്യൂസ് കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അതിനെ കുറിച്ച്. പന്നുൻ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഫൗണ്ടർ ഗുർവന്ത് സിംഗ് പന്നുന് കില്ല് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇപ്പൊ US കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ. അതിൽ നിഖിൽ ഗുപ്ത എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് അതിന്റെ മെയിൻ അതായിട്ട് ആക്ട് ചെയ്യുന്നുള്ള പേരിൽ പുള്ളിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പ്രാഗിൽ ചെക്ക് റിപ്പബ്ലിക്കിലാണ് അദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലീഡർ പീറ്റർ ഫെയിലെയാണ് ഇപ്പോഴത്തെ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിലെ ചീഫ് ഗസ്റ്റ്. അപ്പൊ അദ്ദേഹം വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരും. അപ്പൊ നിഖിൽ ഗുപ്ത അവിടുത്തെ ജയിലിലാണ് കിടക്കുന്നത്. അപ്പൊ പീറ്റർ ഫെയിൽ അവിടുത്തെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്റർ, എനിക്കൊന്ന് പ്രസിഡന്റ് ആണെന്നോ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അത് ഇന്ത്യ എന്തൊക്കെയോ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരില്ല. ഓക്കെ, പിന്നീട് എന്തായാലും ഈ ഒരു കേസിൽ ഇടപെടാൻ പറ്റൂലെന്ന് സുപ്രീം കോടതി പറഞ്ഞേക്കാം. കാര്യം ഈ കേസ് ഇടപെടാൻ പറ്റാത്ത വേറൊന്നുമല്ല, സുപ്രീം കോടതി അല്ലതിൽ ഇടപെടേണ്ട, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇടപെടേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ വിഷയമാണ്. ഇത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സോവറിനിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ കയറി ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റൂല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെടണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് സുപ്രീം കോടതി. നിഖിൽ ഗുപ്തയ്ക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗിന്റെ ഒരു ഫോട്ടോ കാണാം, മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ AEPS ഫ്രോഡ്സ് കൂടുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. AEPS ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഈ MGNRGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒക്കെ ഇനി സാലറി ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം വഴിയെ കൊടുക്കുള്ളൂ എന്നൊരു ഇതുണ്ട് January 1 തൊട്ട്. അത് അപ്പൊ ആ ഒരു ന്യൂസ് വന്ന അതേ സമയത്ത് തന്നെ AEPS ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിലൊക്കെ കുറെ ഫ്രോഡ്സ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടെന്നൊരു ന്യൂസും വന്നേക്കാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇപ്പൊ ലോക്സഭയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന്റെ ലീഡറാണ് മഹുവ മൊയ്ത്ര. അവര് സുപ്രീം കോടതിയിൽ ഇപ്പം റിലീഫ് തേടി പോയെങ്കിലും സുപ്രീം കോടതി ഇതുവരെയ്ക്കും അവർക്ക് എന്തെങ്കിലും റിലീഫ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. ആ പേജിലൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ISRO to perform crucial maneuver tomorrow to bind Aditya L1 into L1 orbit. അതാണ് ടുമോറോ എന്ന് ഉദ്ദേശിച്ചത് ഇന്നാണ്, ഇത് ഇന്നലത്തെ പത്രമാണ്. അപ്പൊ ഇന്നാണ് ISRO L1 ഓർബിറ്റിലേക്ക് ആദിത്യ മിഷനെ ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. L1 എന്ന് പറഞ്ഞാല് ലഗ്രാഞ്ച് പോയിന്റ് 1. പിന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പബ്ലിക് ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണത്. 9 വയസ്സ് തൊട്ട് 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് prerana.education.government.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട്, ഒരു പോർട്ടലിൽ കയറിയിട്ട് പ്രൈം മിനിസ്റ്റർ പഠിച്ച സ്കൂള് ഗുജറാത്തിലെ വഡ്നഗർ, അവിടെയാണല്ലോ മോഡി ജനിച്ചത്, ഗുജറാത്തിലെ വഡ്നഗർ. അദ്ദേഹം പഠിച്ച ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രേരണ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടപ്പാക്കുന്നുണ്ട്. പ്രേരണ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുള്ള കുട്ടികളെ ഓരോ സമയത്ത് 20 കുട്ടികളെ വീതം സെലക്ട് ചെയ്ത് ആ സ്കൂളിൽ വെച്ച് ഡിഫറെന്റ് രീതിയിലുള്ള 10 ദിവസത്തെ മറ്റോ അല്ല 10 ദിവസമല്ല, കുറച്ച് ദിവസത്തെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെയുള്ള പഠിത്തമാണ്. അതിൽ 20 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും, അവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് ആ 20 പേര് പോകുമ്പോൾ അടുത്ത 20 പേര്. അപ്പൊ നമുക്കുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഈ പ്രേരണ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗുജറാത്തിലെ വഡ്നഗറിൽ വെച്ചാണ്, മോഡി പഠിച്ച സ്കൂളിൽ വെച്ച്. അത് 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ prerana.education.gov.in എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതൊരു പബ്ലിക് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്.
പിന്നെ ECGC എന്നൊരു പേര് ഇവിടെ കാണാം. ജസ്റ്റ് അത് എന്താണെന്ന് അറിയിക്കുക. ECGC എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ECGC എന്താണ്? എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് ECGC, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സ്പോർട്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് ഗ്യാരണ്ടി ബാങ്കുകൾക്ക് കൊടുക്കുന്ന സ്ഥാപനമാണ് ECGC. ക്രെഡിറ്റ് ഗ്യാരണ്ടി ബാങ്കുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന, ഒരു എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ലോൺസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ് ECGC, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് പിന്നെ ആ പേജിൽ വേറെ ന്യൂസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് വേൾഡ് പേജിലുള്ള ന്യൂസുകളാണ്. വേൾഡ് പേജിലും ഈ കിടക്കുന്ന ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളല്ല. അപ്പൊ അത് വിട്ടേക്കാം. അപ്പൊ അത്രയാണ് ആ ന്യൂസ് പേപ്പറിലുള്ള കാര്യങ്ങള്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3rd ജാനുവരിയിൽ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ന്യൂസ് പേപ്പറും ഓടിച്ചു നോക്കി തീരും. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു രണ്ട് പ്ലെയിനുകൾ നമ്മൾ കൂട്ടിമുട്ടി. അതോടെയാണ്, ഇന്ത്യയിലല്ല, ജപ്പാനിലാണ്. ജപ്പാനിലെ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ്. ആ പാസഞ്ചർ എയർക്രാഫ്റ്റിൽ 379 യാത്രക്കാരുണ്ടായിരുന്നു, 379 യാത്രക്കാർ. അപ്പൊ 379 യാത്രക്കാരുള്ള ജപ്പാനിലെ ആ ഒരു പ്ലെയിൻ കൂട്ടിമുട്ടിയത് 5ഓളം യാത്രക്കാരുള്ള അവിടുത്തെ മറ്റൊരു, എനിക്ക് തോന്നുന്നത് എയർഫോഴ്സിന്റെ പ്ലെയിൻ ആയിരുന്നു. അത് തങ്ങളിൽ കൂട്ടിമുട്ടുമ്പോ ഈ 379 യാത്രക്കാരുള്ള പ്ലെയിൻ പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോകും. പക്ഷെ അതിൽ ഒരാൾ പോലും മരിക്കൂല. അത്രയും പെട്ടെന്ന് ലോകം കണ്ട ഏറ്റവും വലിയൊരു ഇവാക്യുവേഷൻ ഓപ്പറേഷൻ എന്നാ പറയുന്നത്. വെറും 1.5 മിനിറ്റ് 2 മിനിറ്റ് സമയം കിട്ടില്ല. ആ സമയം കൊണ്ട് അവർ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് സേഫ് ആയിട്ട്, ആർക്കും ഒന്നും പറ്റിയാതെ രക്ഷപ്പെട്ടു. അല്ലെ ആ 379 പേര് മരിച്ചു വരുന്നു. ആ പ്ലെയിൻ പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. ഇത് ജപ്പാനിലാണ് ഈ സംഭവം നടന്നത്. അതേസമയത്ത് ആ ചെറിയ പ്ലെയിനിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മരിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ആ ന്യൂസ്. ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് ആയിട്ട് അതുകൊണ്ട്. പിന്നെ CAA റൂൾസ് മേ ബി നോട്ടിഫൈഡ് ബിഫോർ ലോക്സഭ പോൾസ് എന്നൊരു ന്യൂസ് കാണാം. CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിംസ് ഒഴികെയുള്ള 6 ജനവിഭാഗങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനമതക്കാർ, പാഴ്സികൾ, അതുപോലെ പിന്നെ ഒരു വിഭാഗം കൂടെ ഉണ്ട്. മൊത്തം 6 പേര്. ഈ 6 പേര് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ് CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. അത് പാർലമെന്റ് പാസ്സായത് 2019 എൻ്റെ ഓർമ്മ. പക്ഷെ അത് ഇതുവരെയും നടപ്പാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ആയിട്ടില്ലായിരുന്നു. അത് ലോക്സഭ ഇലക്ഷന് മുമ്പായിട്ട് കാണും എന്നാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ്, റോൾ ഓഫ് ഷെഡ്യൂൾ ഓഫ് 3 ന്യൂ ക്രിമിനൽ കോഡ്സ്, അതായത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പിന്നെ മൂന്നാമത് ഭാരതീയ ഒരു നിയമം കൂടെ ഉണ്ടായിരുന്നല്ലോ, മൂന്നാമത്തെ നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ മൂന്നിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്നോട്ടാണ് ഇന്ത്യയിൽ അത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നുള്ള നോട്ടിഫിക്കേഷൻ January 26 റിപ്പബ്ലിക് ഡേയോട് കൂടി നിലവിൽ വരുമെന്നാണ്. January 26 റിപ്പബ്ലിക് ഡേയിൽ ഇപ്പോഴത്തെ ചീഫ് ഗസ്റ്റ് ആരാണ്? ഞാൻ പറഞ്ഞായിരുന്നു, ഇമാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് അറിഞ്ഞിരിക്കുക. കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അമിത്ഷായും കൂടെ ചേർന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഫ്രീ മൂവ്മെന്റ് റെജിം അറ്റ് മ്യാൻമർ ബോർഡർ ടു എൻഡ് സൂൺ എന്ന് പറയുന്ന ന്യൂസ് കാണാം. അത് വേറൊന്നുമല്ല, മ്യാൻമറിന്റെ ബോർഡർ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലെ മിസോറാം പോലുള്ള സ്റ്റേറ്റുകളോട് അല്ലെങ്കിൽ നാഗാലാൻഡ് പോലുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ മ്യാൻമറുമായിട്ട് ബോർഡർ ഉള്ളതുകൊണ്ട് ഈ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ ഏരിയയിൽ, ബോർഡർ ഏരിയാസിൽ മാത്രം കുറച്ച് കിലോമീറ്റേഴ്സ്. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോയാണ്. ഇനി വിസ ഉണ്ടെങ്കിലേ മ്യാൻമർ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തീരുമാനിച്ചിരിക്കുക. മറ്റൊന്നുമല്ല കാര്യം, ഒരുപാട് ആൾക്കാർ ഇല്ലീഗലി ഇന്ത്യയിൽ കയറുന്നു, അത് പ്രശ്നം ഉണ്ടാവുന്നു ഇന്ത്യയിൽ, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഈ ട്രക്ക് ഓണേഴ്സ് ഭാരതീയ ന്യായ സംഹിതയായിട്ട് ബന്ധപ്പെട്ട് സ്ട്രൈക്ക് നടത്തുന്നുണ്ട് ഒരു കാര്യത്തിന്റെ പേരിൽ. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ കഴിഞ്ഞ പറഞ്ഞാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 അകത്ത്
റാഷ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ, ആൾക്കാരെ ഇടിച്ചു കൊന്നിട്ട് രക്ഷപ്പെടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായാൽ മാക്സിമം 10 വർഷം വരെ ഇംപ്രിസൺമെന്റ് ആണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇവരെ ആയിരിക്കും. ആരെയാണ്? ട്രക്ക് ഓണേഴ്സിനെ. അതുകൊണ്ടാണ് അവര് സ്ട്രൈക്ക് നടത്തുന്നത്. പല റോഡ് ആക്സിഡന്റ്സിന്റെയും പിന്നിൽ ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ആണല്ലോ. അതാണ് എന്റെ കാര്യം. പിന്നെ വിമൻ സ്റ്റാഫ് ക്യാൻ നോമിനേറ്റ് ചിൽഡ്രൻ ഓവർ സ്പൗസ് ഫോർ പെൻഷൻ. അതായത് ഇപ്പൊ ഒരു സ്ത്രീ, ഇപ്പം എന്റെ വൈഫ് തന്നെ ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ പല ആൾക്കാരുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഒക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. അപ്പം പെൻഷൻ ഫോമുകളിൽ അവര് സ്പൗസിനെയാണ് സാധാരണ നോമിനിയായിട്ട് വയ്ക്കുന്നത്. പക്ഷേ സ്പൗസ് നോമിനിയായിട്ട് വയ്ക്കാൻ ചിലപ്പോൾ ഡിവോഴ്സ്, അതുപോലെ ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇവര് അപ്പൊ ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് ഈ നോമിനേഷൻ അവരുടെ സ്പൗസിന് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത്തരം കേസുകളിൽ അവർക്ക് വേണമെങ്കിൽ സ്പൗസിന് വയ്ക്കുന്നതിന് പകരം അവരുടെ ചിൽഡ്രന് അവരുടെ നോമിനിയായിട്ട് പെൻഷനിൽ വയ്ക്കാം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതാണ് ഒരു ന്യൂസ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡ്, ഞാൻ ഇതാ നേരത്തെ പറഞ്ഞ ന്യൂസ് എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് CM പ്ലാൻസ് ടു റിസൈൻ, അനോയിന്റ് ഈസ് വൈഫ് ആസ് CM എന്ന് പറഞ്ഞ ന്യൂസ് അവിടെ കാണാം. അത് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് അത് പറയുന്നത്, BJP അത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിഞ്ഞൂടെ. പക്ഷേ പുള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് കേസസ് ഉണ്ട്. പിന്നെ രാം ടെമ്പിളിന്റെ ഇനാഗുറേഷൻ ജാനുവരി 22-നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ന്യൂസുകൾ ഇപ്പം വരുന്നുണ്ട്. ജാനുവരി 22-നാണ് അയോധ്യയിലെ രാം ടെമ്പിളിന്റെ ഇനാഗുറേഷൻ എന്ന് പറയുന്നത്. അതാണ് ആ പേജിൽ നമുക്ക് പറയാനുള്ളത്. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, CAA റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ പോയാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. CAA ഓൾറെഡി ഇന്ത്യയിലെ ലോക്സഭയിൽ പാസ്സായതാണ്. CAA ഇന്ത്യയിലെ പാർലമെന്റിൽ പാസ്സായതാണ്. ലോക്സഭയിലല്ല, ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സിഗ്നേച്ചറും കിട്ടിക്കഴിഞ്ഞ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസന്റും കിട്ടിക്കഴിഞ്ഞ ഇന്ത്യയിലെ നിയമമാണ് CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അത് പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയില്ലായിരുന്നു. അത് ഉടനെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. കാര്യം ലോക്സഭ ഇലക്ഷനിൽ BJPക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻ വെപ്പൺ ആണത്. ഓക്കെ. Police in SC challenge new law on appointment process for CEC ECs. CEC എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ECs എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇവരുടെയൊക്കെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ഒരു നിയമം ഇന്ത്യയിൽ പാസ്സായി. ആ നിയമം അതിന്റെ പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 എന്നാണ്. ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023. ഈ ആക്ട് പ്രകാരം ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് സെലക്ട് ചെയ്യാനുള്ള അവകാശം 3 പേർക്കാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ലോക്സഭയിൽ ഒപ്പോസിഷൻ ലീഡർ, പിന്നെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പൊ അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മുമ്പുണ്ടായിരുന്നു, പുള്ളിയെ മാറ്റി. അപ്പൊ അതാണ് ഇപ്പോ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ ഇപ്പൊ ആരോ കേസ് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് പേജിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് അതിനടുത്ത പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ടേൺസ് ടു സൗദി ആസ് റഷ്യ ഓയിൽ ബൈസ് ഫോൾ എന്നൊരു ന്യൂസ് കാണാം. റഷ്യയിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ റഷ്യയായിട്ട് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാര്യം ഇന്ത്യക്ക് അവർക്ക് ഡോളറിൽ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, റുപ്പിയിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ റുപ്പി അവർ അങ്ങനെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല റഷ്യ. അതൊരു പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം, റഷ്യ ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടുള്ള ഡിസ്കൗണ്ടുകളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് വീണ്ടും സൗദി ഓയിൽ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അതുപോലെ കോൾ ഔട്ട്പുട്ട് ഗ്രോത്ത് സ്ലിപ്പ് ടു 6 month ലോ ഇൻ ഡിസംബർ എന്നൊരു ന്യൂസ് കാണാം. കൽക്കരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽ ആണ്. ഇന്ത്യയിലെ ബാക്കി എല്ലാ ഫോസിൽ ഫ്യൂൽസും വളരെ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കോളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ തന്നെ മൈൻസ് ഉണ്ട് കോളിന്റെ ഒരുപാട്. പക്ഷെ സ്റ്റിൽ നമ്മൾ കുറെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കോൾ ഉൽപാദനത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് CIL, കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണത് കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇറ്റ്സ് ഓൾസോ എ മഹാരത്ന കമ്പനി, അതും അറിഞ്ഞിരിക്കുക.
പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ HUL എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ള അറിഞ്ഞിരിക്കുക. FMCG, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി is HUL, Hindustan Unilever. Many of the products we daily use in our life were manufactured by ഹിന്ദുസ്ഥാൻ യൂണിലിവർ. നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ്, ലക്സ അല്ലെങ്കിൽ ഡവോ, പിയേഴ്സോ എല്ലാം അവരുണ്ടാക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങളെ ക്ലിനിക്കോൾ ക്ലിയർ ഷാംപൂ, പെപ്സോഡന്റ് ടൂത്ത് പേസ്റ്റ്, ക്ലോസപ്പ് എല്ലാം അവരുണ്ടാക്കുന്നതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. പക്ഷേ പേര് ഇങ്ങനെയാണെങ്കിൽ ഇത് ബ്രിട്ടീഷ് കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെയാണ്, നല്ല ഇറ്റ് ഈസ് എ ബ്രിട്ടീഷ് കമ്പനി. India's biggest FMCG company, fast moving consumer goods company, and India's second biggest fast moving consumer goods company is ITC. അവരുടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക്, ഫിയാമ ഡി വിൽസ് എന്ന് പറയുന്ന ഫിയാമ സോപ്പ്, അതുപോലെ സുപ്പീരിയർ ഷാംപൂ, നമ്മളുടെ ആശീർവാദ് ആട്ട, ഇതെല്ലാം അവരുടെയാണ്. അവരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ FMCG കമ്പനി. ഇത്രയാണ് ഈ 3 ദിവസത്തെ ഹിന്ദുവിന്റെ ഓവറോൾ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. ഇനി നമ്മൾ നാളെ സൺഡേ ആയിട്ട് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യില്ല. മൺഡേ ഡിസ്കസ് ചെയ്യുമ്പോൾ സൺഡേയും മൺഡേയും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അതുപോലെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെല്ലാവരോടും പറയാറുണ്ട്. എന്തായാലും അത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.